ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇന്ന് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇടയ്ക്ക് ബിസ്ക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതല്ല കേട്ടോ. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ കുട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ മുക്കി ബിസ്ക്കറ്റ്. വല്ലപ്പോഴും ആയതുകൊണ്ട് കുട്ടന്മാരും ഞാനും ഇങ്ങനെ 3 പേരും കൂടി ഇരുന്ന് ടിവിയും കണ്ട് ലേറ്റ് ആയിട്ട് എണീറ്റ് കാരണം ഇത് പതിവാണേ. ഞങ്ങൾക്ക് ഇന്ന് നമ്മുടെ യാത്രയുടെ ഒരുക്കങ്ങൾക്കുള്ള ഷോപ്പിംഗ് പാർട്ട് 2 ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊരു 10-11 മണിയായപ്പോൾ നമ്മളിത് ഉണ്ടയും പാപ്പും ഇല്ലേ, നമ്മുടെ ഏത്തക്കാക്കുറുക്ക്, അത് കഴിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കുട്ടന്മാരങ്ങനെ വലിയതായിട്ട് കഴിച്ചില്ല. അവൻ അപ്പവും ചിക്കൻ കറി അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് പോയി കഴിച്ചു. ഞാനും നമ്മുടെ ഡാവിക്കുട്ടനുമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ചൊരുങ്ങി പൊട്ടും കണ്ണൊക്കെ എഴുതി നമ്മുടെ ഡാവിക്കുട്ടനൊക്കെ ആയിട്ട് റെഡി ആവുന്നതിന് ഡാവിക്കുട്ടനെ അമ്മാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഡാവിക്കുട്ടൻ ഭയങ്കര ചീറാപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയും കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാതെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2ാമത്തെ ദിവസം ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കീറുന്ന കടയിലാണ് കേട്ടോ നമ്മൾ കയറി നോക്കിയപ്പോഴെല്ലാം കിട്ടുന്നതെല്ലാം നമ്മുടെ ഡാവിക്കുട്ടനായിരുന്നു. നമ്മൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഡാവിക്കുട്ടനായിരിക്കും ലക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എടുക്കാൻ വന്ന സാധനം എടുക്കാം ആദ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ ജോക്കുട്ടൻ ചേട്ടായും ഡാവിക്കുട്ടനും നല്ല ഓടിക്കളിയാണ്. അവിടെ നിന്ന് കിട്ടാതെ നമ്മൾ അടുത്ത കടയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതേപോലെ വീഡിയോ കണ്ടുവിടാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. എന്നാലല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഈ മട്ടാഞ്ചേരി ഭാഗത്ത് 2-3 കടയിൽ ഏറി നടന്നപ്പോഴേക്കും ഈ കടികളുടെയൊക്കെ മയമാണേ. എല്ലായിടത്തും ഇങ്ങനെ തട്ടും സ്റ്റോളും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന കാരണം നമുക്ക് ഈ നോമ്പ് വരെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും നമ്മൾ ഇതേപോലെ കടി വാങ്ങിച്ചു. ഇന്നും ഉന്നക്കായ അതും ഇതൊക്കെ ഡാഡിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും കടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അവന് കൊടുക്കാമെന്നും പറഞ്ഞ് കയറിയപ്പോൾ ഞങ്ങൾ നൈസിന് കഴിച്ചു കേട്ടോ. അങ്ങനെ കടികളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഓട്ടയ്ക്കകത്തിരുന്ന് കഴിക്കും കേട്ടോ. ഇവന്മാർക്ക് മമ്മി എടുക്ക് കടി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓട്ടയ്ക്കകത്തിരുന്ന് കഴിച്ചു. അടുത്ത കടയിൽ കയറി ഇന്നേഴ്സൊക്കെ ഇവിടുന്ന് ഇന്നേഴ്സ് കിട്ടി കേട്ടോ. നൈലോണിൻ്റെ ക്ലോത്ത് എന്തോ ആയിരുന്നു നമ്മൾ നോക്കുന്ന ഒരു സംഗതി കിട്ടിയത് ആ കടയിലെത്തിയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കടയിലോട്ട് 200 or 300 ആണ് കേട്ടോ ക്യാപ്പിനൊക്കെ റേറ്റ് വരുന്നത്. അങ്ങനെ അവന് ക്യാപ്പൊക്കെ എടുത്തു. പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ ഒത്തിരി കടയിലും കാര്യങ്ങളൊക്കെ കയറി ടയേർഡായി. പിന്നെ രാത്രിയായപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് അമ്മ എനിക്ക് ബിരിയാണി വേണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടായിരുന്നു, അതുണ്ടാക്കി കൊടുത്തു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. പിറ്റേ ദിവസം ഇനി ജോക്കുട്ടൻ ചേട്ടായി പോകുന്ന വീഡിയോസൊക്കെ അടുത്ത ഷോർട്സിൽ കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.